നമസ്കാരം. 2026 കറണ്ട് അഫയേഴ്സ് സീരീസിൽ ജൂലൈ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരുപാട് പോയിന്റുകൾ ഇന്നത്തെ ഈ ക്ലാസ്സിനകത്തുണ്ട്. അതുകൊണ്ട് ഈ ക്ലാസ് അവസാനം വരെ കാണുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാവണം. അതുപോലെ ആസ്ഥ അക്കാഡമി കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നതിന് വേണ്ടി മാത്രമായിട്ട് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വളരെ കുറച്ച് പേജുകൾ മാത്രമുള്ള പുസ്തകമാണ്. ഈ അടുത്ത കാലത്ത് നിങ്ങൾ പല പരീക്ഷകളും എഴുതുന്നുണ്ട്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് അല്ലേ, ബിവറേജസ് LD, അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ മെയിൻ, അങ്ങനെയുള്ള പരീക്ഷകളൊക്കെ ഒരുപാട് എഴുതുന്നുണ്ട്. ആ പരീക്ഷകൾക്ക് പഠിക്കുന്നവർക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള പുസ്തകമാണ്. വളരെ ലളിതമായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന പുസ്തകമാണ്. 208 പേജുകളേ ഉള്ളൂ. ഒരുപാട് ആവശ്യമുള്ള കാര്യങ്ങളുണ്ട്. സ്റ്റാറ്റിക് ആയിട്ടുള്ള GKയും ഇതിനോടൊപ്പം തന്നെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു പുസ്തകമാണ്. അപ്പോൾ ഈ പുസ്തകം ആവശ്യമുള്ളവർ ഈ കാണുന്ന നമ്പറിലോട്ട് പെട്ടെന്ന് വിളിക്കുക. ഈ പുസ്തകം ഇടയ്ക്ക് സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു, ഇപ്പോൾ വീണ്ടും സ്റ്റോക്ക് വന്നിട്ടുണ്ട്. 2026 ജൂലൈ വരെയുള്ള കറണ്ട് അഫയേഴ്സ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ പുസ്തകം വേണമെന്നുള്ളവർ ഈ നമ്പറിലോട്ട് പെട്ടെന്ന് വിളിക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പേയ്മെൻറ്റ് ഞങ്ങളുടെ UPI ID വഴി മാത്രമേ ചെയ്യാവൂ. ഏതെങ്കിലും ഫോൺ നമ്പറിലോട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ QR കോഡ് വഴിയോ ഒന്നും പേയ്മെൻറ്റ് ചെയ്യരുത്. QR.asta.ac@sib എന്ന് പറയുന്ന UPI ID വഴി മാത്രം പേയ്മെൻറ്റ് ചെയ്യുക. എന്തായാലും നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരി, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ പോയിന്റിലോട്ട് വരാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ പദ്ധതിയാണ് ഏത്? VBG റാംജി പദ്ധതി അല്ലെ. ഇതിന്റെ പൂർണ്ണ രൂപവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ എന്നുള്ളതാണ് ഇതിന്റെ പൂർണ്ണ രൂപം. 2025 ഡിസംബറിൽ ഇതുമായി ബന്ധപ്പെട്ട ബില്ല് പാർലമെന്റ് പാസാക്കി. അതിൽ രാഷ്ട്രപതി ഒപ്പിട്ടത് 2025 ഡിസംബർ 21 അല്ലെ. നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈ ബില്ലിൽ ഒപ്പിട്ട് ഇത് നിയമമാകുന്നത് 2025 ഡിസംബർ 21. ഈ പദ്ധതി രാജ്യത്ത് നിലവിൽ വന്നത് എന്നാണ് എന്ന് ചോദിച്ചാൽ അത് 2026 ജൂലൈ 1. അപ്പോൾ ആ വ്യത്യാസം മനസ്സിലായിക്കോണം. VBG റാംജി പദ്ധതി, അതുമായി ബന്ധപ്പെട്ട ബില്ലില് രാഷ്ട്രപതി ഒപ്പിട്ടത് 2025 ഡിസംബർ 21. അത് നിയമമായത് അന്നാണ്. പക്ഷെ ഈ നിയമം രാജ്യത്ത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടത് 2026 ജൂലൈ 1. ഇനി അത് കഴിഞ്ഞിട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഈ പദ്ധതിയുടെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം അത് 2026 ജൂലൈ 2. VBG റാംജി പദ്ധതിയുടെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം 2026 ജൂലൈ 2 നടന്നത്. എവിടെ വെച്ചാണ് നടന്നതെന്ന് മനസ്സിലാക്കി വെച്ചോണം. ആന്ധ്രാപ്രദേശില് മുക്കാവരിപ്പള്ളി ഗ്രാമം എന്ന് പറയുന്ന ഗ്രാമത്തിൽ വെച്ചിട്ടാണ് ഈ പദ്ധതി എന്ത് ചെയ്യുന്നത്? ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. അപ്പോൾ VBG റാംജി പദ്ധതി രാജ്യത്ത് നിലവിൽ വരുന്നത് 2026 ജൂലൈ 1. ഈ പദ്ധതിയുടെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം 2026 ജൂലൈ 2 ആന്ധ്രാപ്രദേശിലെ മുക്കാവരിപ്പള്ളി ഗ്രാമം, മുക്കാവരിപ്പള്ളി അല്ലെങ്കിൽ മുക്കാവരിപ്പള്ളി ഗ്രാമം, ആ ഗ്രാമത്തിൽ വെച്ചിട്ടാണ് നടന്നത്. അപ്പൊ ആ ഗ്രാമത്തിന്റെ പേര് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണ് അല്ലെ. അപ്പോൾ ഇതിന്റെ ചുമതല ആർക്കാണ്? കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിനാണ്. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം. അപ്പോൾ ആ മന്ത്രാലയത്തിന്റെ മന്ത്രി ആരാണ്? കേന്ദ്ര ഗ്രാമവികസന വകുപ്പ് മന്ത്രി ആരാണ് എന്നുകൂടി അറിഞ്ഞു വയ്ക്കണം. ശിവരാജ് സിംഗ് ചൗഹാൻ ആണ്. ഇപ്പോഴത്തെ കേന്ദ്ര ഗ്രാമവികസന വകുപ്പ് മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ആണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം, ഈ പറഞ്ഞ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രതിദിന വേതനം, പണ്ട് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി, ആ പദ്ധതിയുടെ വേതനം നമ്മൾ മനസ്സിലാക്കിയതാണ്, പഠിച്ചിട്ടുള്ളതാണ്. 369 രൂപയായിരുന്നു. പക്ഷെ ഇപ്പോൾ വേതനം പുതുക്കിയിട്ടുണ്ട്. ആ പുതുക്കിയ വേതനം കേരളത്തിൽ എത്ര രൂപയാണ്? 401 രൂപയാണ് അല്ലെ. അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി, ആ പദ്ധതി പ്രകാരം പ്രതിദിന വേതനം, ഒരു തൊഴിലാളിക്ക് പ്രതിദിന വേതനമായിട്ട്
കേരളത്തിൽ എത്ര രൂപ കിട്ടും എന്ന് ചോദിച്ചാൽ 401 രൂപ കിട്ടും. കേരളത്തിലെ ഒരു തൊഴിലാളിക്ക് 401 രൂപ ഇപ്പോൾ കിട്ടും. ഇനി അവിടെ മനസ്സിലാക്കാനുള്ള മറ്റൊരു കാര്യം എന്താണ്? ഈ പറഞ്ഞ വേതനം എല്ലാ സംസ്ഥാനങ്ങളിലും ഒരുപോലെ ആയിരിക്കത്തില്ല. ഇപ്പൊ കേരളത്തിൽ 401 രൂപയുണ്ട്, അതേ വേതനം തന്നെ ആയിരിക്കില്ല തമിഴ്നാടിന്, കർണാടകത്തിന്, വ്യത്യാസം കാണും. മനസ്സിലായോ? അപ്പോൾ ഓരോ സംസ്ഥാനത്തും ചിലപ്പോൾ വേതനത്തിൽ എന്തുണ്ടാവാം, വ്യത്യാസമുണ്ടാകാം. അപ്പോൾ അവിടെ വേറൊരു ചോദ്യം വരുന്നു. അതായത് VBG റാംജി പദ്ധതി അത് പ്രകാരം ഏറ്റവും ഉയർന്ന വേതനം ഏത് സംസ്ഥാനത്തിലുള്ളവർക്കാണ് ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ഹരിയാനയിലുള്ളവർക്കാണ് ലഭിക്കുന്നത് 409 രൂപ, അല്ലെ? അപ്പോൾ പ്രതിദിന വേതനം ഏറ്റവും കൂടുതൽ ഈ പദ്ധതി പ്രകാരം ലഭിക്കുന്നത് ഏത് സംസ്ഥാനത്തിലുള്ളവർക്കാണ്? ഹരിയാനയിലുള്ളവർക്കാണ്. എത്ര രൂപയാണ് ലഭിക്കുന്നത്? 409 രൂപയാണ്. അതേസമയം കേരളത്തിലോ 401 രൂപയാണ്. ഇനി ഏറ്റവും കുറഞ്ഞ വേതനം എവിടെയാണ് അല്ലെങ്കിൽ എത്രയാണ് എന്ന് ചോദിച്ചാൽ 300 രൂപയാണ് ഈ പദ്ധതി പ്രകാരമുള്ള ഏറ്റവും കുറഞ്ഞ വേതനം. ചില സംസ്ഥാനങ്ങളിലുള്ളവർക്ക് 300 രൂപയാണ്. ഒരു പ്രത്യേക സംസ്ഥാനം എടുത്ത് പറയാനായിട്ട് പറ്റത്തില്ല, കാരണം കുറച്ചധികം സംസ്ഥാനങ്ങളിൽ വേതനം എന്ന് പറയുന്നത് 300 അപ്പോൾ കുറഞ്ഞ വേതനം 300 രൂപയാണ്, കൂടിയ വേതനം 409 രൂപയാണ്. അത് ഹരിയാനയിലാണ്. കേരളത്തിലെ വേതനം എന്ന് പറയുന്നത് 401 രൂപയാണ്, അല്ലെ? ഇനി അതിൻ്റെ ഒരു ശരാശരി കണക്കാക്കിയാൽ, അതായത് ഈ പദ്ധതി പ്രകാരം നൽകുന്ന പ്രതിദിന വേതനം അതിൻ്റെ ഒരു ശരാശരി, ഇന്ത്യയിലെ ശരാശരി എത്രയാണ് എന്ന് ചോദിച്ചാൽ ശരാശരി 327 രൂപ 40 പൈസ. ശരാശരി വേതനം മൊത്തത്തെ എടുത്തു വെച്ച് നോക്കുമ്പോൾ 327 രൂപ 40 പൈസ അല്ലെങ്കിൽ 327.4 രൂപയാണ് ദേശീയ ശരാശരി എന്ന് മനസ്സിലാക്കി വയ്ക്കണം. ഇനി അവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട കാര്യമുണ്ട്. ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ വേതനം കിട്ടുന്ന സംസ്ഥാനമാണ് ഹരിയാന, 409 രൂപ, അല്ലേ? പക്ഷെ 409 രൂപയിൽ കൂടുതൽ വേതനം കിട്ടുന്ന ചില ഗ്രാമങ്ങളുണ്ട്. ആ ഗ്രാമങ്ങൾ എന്ന് പറയുന്നത് സിക്കിമിലെ ഗ്രാമങ്ങളാണ്. സിക്കിമിലെ 3 ഗ്രാമങ്ങളിലുള്ളവർക്ക് വേതനം 450 രൂപ കിട്ടും. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിദിന വേതനം ലഭിക്കുന്ന സംസ്ഥാനം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഏതെന്ന് പറയും? ഹരിയാന എന്ന് പറയും. പക്ഷേ സിക്കിമിലെ ചില ഗ്രാമങ്ങളിലുള്ളവർക്ക് 450 രൂപ ലഭിക്കും. അതേസമയം സിക്കിമിൽ പൊതുവായിട്ട് ലഭിക്കുന്നത് എത്ര രൂപയാണ്? 300 രൂപയാണ്. പക്ഷെ അവിടുത്തെ 3 ഗ്രാമങ്ങൾ ഏതൊക്കെ? നദാങ്, ലാച്ചുങ്, ലാച്ചൻ എന്ന് പറയുന്ന ഗ്രാമങ്ങളിലുള്ളവർക്ക് 450 രൂപ ലഭിക്കും എന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കണം. അതൊരു എക്സെപ്ഷൻ ആണ്. ആ ഒരു കാര്യം ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി VBG റാംജി പദ്ധതിയും പഴയ തൊഴിലുറപ്പ് പദ്ധതിയും, അതായത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, ഇത് തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മാത്രമായിട്ട് ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഡിഗ്രി ലെവൽ മെയിൻ പരീക്ഷ എഴുതാൻ പോകുന്നവർ നിർബന്ധമായിട്ടും ആ ക്ലാസ് കണ്ടിട്ട് വേണം പോകാൻ. അവിടെ നിന്ന് പരീക്ഷയ്ക്ക് ചോദ്യം ഉണ്ടാവും. അപ്പോൾ ആ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ ക്ലാസ് കൂടി കാണുക. അതിൻ്റെ ലിങ്ക് ഇവിടെ മുകളിൽ കൊടുത്തേക്കാം. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പോയിന്റിലോട്ട് വരാം. ഈ അടുത്ത കാലത്ത് എന്ന് പറയുമ്പോൾ 2026 ജൂലൈയിൽ കേരള സർക്കാർ റബ്ബറിൻ്റെ താങ്ങുവില വർദ്ധിപ്പിച്ചു. 2026 ജൂലൈയിൽ കേരള സർക്കാർ റബ്ബറിൻ്റെ താങ്ങുവില വർദ്ധിപ്പിച്ചു. എത്ര രൂപയായിട്ടാണ് വർദ്ധിപ്പിച്ചത്? നല്ലൊരു ചോദ്യമാണ്. 250 രൂപ. 250 രൂപ, അല്ലെ? റബ്ബറിന്റെ താങ്ങുവില 2026 ജൂലൈയിൽ കേരള സർക്കാർ എത്രയായിട്ട് വർദ്ധിപ്പിച്ചു? 250 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു എന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് 2026 നീതി ആയോഗിന്റെ ഒരു റിപ്പോർട്ട്, അതായത് ഇന്ത്യയിലെ ഗ്രാമസഭകൾ, ആ ഇന്ത്യയിലെ ഗ്രാമസഭകളിൽ ഏറ്റവും കൂടുതൽ വനിതാ ദളിത് പങ്കാളിത്തമുള്ളത് ഏത് സംസ്ഥാനത്തിലാണ്? അല്ലെ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനിതാ ദളിത് പങ്കാളിത്തമുള്ള ഗ്രാമസഭകളുള്ളത് ഏത് സംസ്ഥാനത്തിലാണ്? അല്ലെ, ഗ്രാമസഭകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം. ആ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ ഏറ്റവും താഴത്തെ തട്ടാണ് ഏതെന്ന് പറയും? ഗ്രാമസഭകൾ എന്ന് പറയും, അല്ലെ? ഇന്ത്യയിൽ പ്രത്യക്ഷ ജനാധിപത്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് ഉത്തരം. പക്ഷേ ഇന്ത്യയിൽ പ്രത്യക്ഷ ജനാധിപത്യത്തിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാവുന്നതാണ് ഏത്? ഗ്രാമസഭകൾ. പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങൾ അവരുടെ കാര്യങ്ങൾ നേരിട്ട് അവതരിപ്പിക്കുന്ന ഒരു സംവിധാനത്തിനെയാണ് പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് 140 കോടി ജനങ്ങളുണ്ട്. ആ 140 കോടി ജനങ്ങൾക്ക് ഒന്നിച്ച് വന്നിരുന്ന കാര്യങ്ങൾ പറയാൻ പറ്റോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ രാജ്യത്തുള്ളത് പ്രാതിനിധ്യ ജനാധിപത്യ സമ്പ്രദായമാണ്.
പക്ഷേ ഇന്ത്യയിൽ പ്രത്യക്ഷ ജനാധിപത്യത്തിന് ഉദാഹരണമായി പറയാവുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് ഏത്? ഗ്രാമസഭ. അപ്പൊ അങ്ങനെയുള്ള ഗ്രാമസഭകളിൽ വനിതാ ദളിത് പങ്കാളിത്തം ഏറ്റവും കൂടുതലുള്ളത് ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ നീതി ആയോഗിന്റെ 2026 റിപ്പോർട്ടിൽ പറയുന്നത് അത് കേരളത്തിലാണ് എന്നാണ്. ഏതാണ്ട് 98.7% വനിതാ ദളിത് പങ്കാളിത്തം കൂടുതലുള്ളത് കേരളത്തിലാണ്. ഏറ്റവും കുറവുള്ള വനിതാ ദളിത് പങ്കാളിത്തം ഗ്രാമസഭകളിൽ ഏറ്റവും കുറവുള്ളത് രാജസ്ഥാനിലാണ്. അതിലും കുറവാണ് കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള ജമ്മു കാശ്മീരിൽ എന്നുള്ളത് കൂടി മനസ്സിലാക്കി വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ചില നിയമനങ്ങളിലോട്ട് വരാം. എൻ ശേഷാദ്രിനാഥൻ. ആരാണ് എൻ ശേഷാദ്രിനാഥൻ? നിങ്ങൾക്കറിയാം, കേരളത്തിന്റെ പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ആര്? എൻ ശേഷാദ്രിനാഥൻ അല്ലെ? നമ്മുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 243K 243Kയിൽ പറയുന്ന എന്താണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് നിയമിക്കപ്പെട്ടത് ആരെ എന്ന് ചോദിച്ചാൽ എൻ ശേഷാദ്രിനാഥനാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കോണം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോട്ടുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അതേസമയം സംസ്ഥാന നിയമസഭകളിലോട്ടുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ ലോക്സഭയിലോട്ടുള്ള തെരഞ്ഞെടുപ്പെല്ലാം നടത്തുന്നത് ഏതാണ്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അല്ലെ? അപ്പോൾ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് നിയമിക്കപ്പെട്ടത് ആരാണ്? എൻ ശേഷാദ്രിനാഥനാണ് എന്ന് ഓർത്തോണം. അപ്പൊ നിങ്ങൾക്കൊരു സംശയം വരും, അപ്പോൾ പിന്നെ എ കൗശികനോ അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. എ കൗശികൻ ആരെന്ന് ചോദിച്ചാൽ സംസ്ഥാനത്തെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറാണ്. സംസ്ഥാനത്തെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ഇവിടെ പറഞ്ഞത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്നാണ്. മറ്റതാരാണ്? മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ, ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്ന് പറയും. അതായത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതിനിധിയായിട്ട് ഒരാൾ സംസ്ഥാനത്തുണ്ടാവും. അയാളെയാണ് നമ്മൾ ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്ന് പറയുന്നത്. കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസറാണ് എ കൗശികൻ. അതേസമയം സംസ്ഥാനത്തെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരെന്ന് ചോദിച്ചാൽ എൻ ശേഷാദ്രിനാഥനാണ്. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട നിയമനത്തിലോട്ട് വരണം. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലുള്ളതാണ് സംസ്ഥാന പ്ലാനിംഗ് ബോർഡ്, സംസ്ഥാന ആസൂത്രണ ബോർഡ്. സംസ്ഥാന ആസൂത്രണ ബോർഡിന് അധ്യക്ഷൻ ഉണ്ടായിരിക്കും. സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ എപ്പോഴും ആരായിരിക്കും? അത് മുഖ്യമന്ത്രിയായിരിക്കും, സംസ്ഥാന മുഖ്യമന്ത്രിയായിരിക്കും അല്ലെ? അപ്പോൾ ഇപ്പോൾ സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ വി ഡി സതീശനാണ്. പക്ഷെ സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ഉപാധ്യക്ഷനായിട്ട് ഈ അടുത്ത കാലത്ത് നിയമിക്കപ്പെട്ടത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് KM ചന്ദ്രശേഖരനാണ്. സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ പുതിയ ഉപാധ്യക്ഷൻ ആരാണ്? KM ചന്ദ്രശേഖരനാണ്. പഠിച്ചു വച്ചേക്കണം, ഉറപ്പായും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യത്തിലോട്ട് വരാം. ISROയുടെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ. ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ. ആ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്ററിന്റെ ഡയറക്ടർ ജനറലായിട്ട് 2026 ജൂലൈയിൽ നിയമിക്കപ്പെട്ടത് ആര് എന്ന് ചോദിച്ചാൽ എൻ ജയനാണ്. അതും പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന നല്ല ചോദ്യമാണ് അല്ലെ? അപ്പോ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്ററിന്റെ ഡയറക്ടർ ജനറലായിട്ട് ഈ അടുത്ത കാലത്ത് നിയമിക്കപ്പെട്ടത് ആരാണ്? എൻ ജയനാണ് എന്ന് ഓർക്കുക. ISROയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ്. അതുപോലെ ശ്രദ്ധിച്ചു വെക്കേണ്ട കാര്യമാണ് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ അഥവാ VSSCയുടെ പുതിയ അധ്യക്ഷൻ ആരാണ്? VSSCക്ക് ഇതുപോലെ പുതിയ അധ്യക്ഷൻ വന്നു. VSSCയുടെ പുതിയ അധ്യക്ഷൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഡോക്ടർ UP രാജീവാണ്. അപ്പോൾ ഡോക്ടർ UP രാജീവ് VSSCയുടെ പുതിയ അധ്യക്ഷനാണ്. ISROയുടെ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്ററിന്റെ ഡയറക്ടർ ജനറലായിട്ട് ഈ അടുത്ത കാലത്ത് നിയമിക്കപ്പെട്ടത് എൻ ജയനാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ, പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ പോലീസ് വകുപ്പിൻ്റെ ഒരു പദ്ധതിയാണ് തൂഫാൻ പദ്ധതി അല്ലെ? ലഹരി വേട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് തൂഫാൻ പദ്ധതി എന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ആ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡറായിട്ട് നിയമിക്കപ്പെട്ട ചലച്ചിത്ര താരം ആരാണ് അല്ലെ? അപ്പോൾ ലഹരി വേട്ടയ്ക്ക് എതിരായിട്ടുള്ള കേരള പോലീസിന്റെ പദ്ധതി തൂഫാൻ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡറായിട്ട് നിയമിക്കപ്പെട്ടത് ആര് എന്ന് ചോദിച്ചാൽ അത് ആരാണ്? മോഹൻലാലാണ്. അതുപോലെ
സംസ്ഥാന സർക്കാരിൻ്റെ മറ്റൊരു പദ്ധതിയുണ്ട്, പ്രോജക്റ്റ് സീറോ എന്ന് പറയുന്ന പദ്ധതി. പ്രോജക്റ്റ് സീറോ എന്ന് പറയുന്ന പദ്ധതി ആരാണ് നടപ്പിലാക്കുന്നത്? വിജിലൻസ് വകുപ്പാണ് നടപ്പിലാക്കുന്നത്, അല്ലെ? വിജിലൻസ് വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി. എന്താണ് പദ്ധതി? കേരളത്തെ അഴിമതി മുക്തമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നടത്തി വരുന്ന പദ്ധതിയാണ് പ്രോജക്റ്റ് സീറോ. ആ പ്രോജക്റ്റ് സീറോ എന്ന് പറയുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിക്കപ്പെട്ടതാര് എന്ന് ചോദിച്ചാൽ നിവിൻ പോളി എന്ന് പറയണം, അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ, അല്ലെ? പക്ഷെ ആ വാക്ക് എന്തുണ്ടാവില്ല, ചോദ്യ പേപ്പറിൽ ഉണ്ടാവില്ല. അപ്പോൾ പ്രോജക്റ്റ് സീറോ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആദ്യത്തെ വിജിലൻസ് കമാൻഡോയായിട്ട് നിയമിക്കപ്പെട്ട ചലച്ചിത്ര താരം എന്നുള്ളതായിരിക്കും ചോദിക്കുന്നത്. അതാണ് ആര്? നിവിൻ പോളി. ബ്രാൻഡ് അംബാസഡർ എന്നങ്ങ് ഓർത്ത് വെച്ചാൽ മതി. ആദ്യത്തെ ബ്രാൻഡ് അംബാസഡർ അല്ലെങ്കിൽ പ്രോജക്റ്റ് സീറോയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ വിജിലൻസ് കമാൻഡോയായിട്ട് നിയമിക്കപ്പെട്ട ചലച്ചിത്ര താരം ആരാണ്? നിവിൻ പോളിയാണ്. അപ്പൊ മോഹൻലാൽ തൂഫാൻ എന്ന് പറയുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിവിൻ പോളി പ്രോജക്റ്റ് സീറോ എന്ന് പറയുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം ശ്രദ്ധിച്ചു വയ്ക്കുക. പോലീസ് വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി, അല്ലെ, ആഭ്യന്തരമന്ത്രി, അതുപോലെ വിജിലൻസ് വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി, ഇതൊക്കെ ആരാണ്? രമേശ് ചെന്നിത്തലയാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് കേരള സർക്കാരിന്റെ മറ്റൊരു പദ്ധതിയിലോട്ട് വരാം, ഓപ്പറേഷൻ കളരി. ഓപ്പറേഷൻ കളരി എന്ന് പറയുന്നത് പദ്ധതി, ആ പദ്ധതി നടപ്പിലാക്കുന്നത് സംസ്ഥാന കായിക വകുപ്പാണ്. സംസ്ഥാന കായിക വകുപ്പ് നടപ്പിലാക്കി വരുന്ന ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ കളരി. എന്താണ് ഓപ്പറേഷൻ കളരി എന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സംസ്ഥാന കായിക രംഗത്തിൻ്റെ സമഗ്രമായിട്ടുള്ള വികസനം, സംസ്ഥാന കായിക രംഗത്തിൻ്റെ സമഗ്രമായ വികസനം പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നടത്തുന്ന പരിപാടിയാണ്, പദ്ധതിയാണ് ഓപ്പറേഷൻ കളരി, അല്ലെ? അപ്പൊ അവിടെ ഒരു കാര്യം ഓർത്തോണം, ഓപ്പറേഷൻ കളരി സംസ്ഥാന കായിക വകുപ്പാണ്, അല്ലെ? ഇപ്പോ സംസ്ഥാനത്തെ കായിക വകുപ്പ് മന്ത്രി ആര് എന്നുകൂടി അറിഞ്ഞു വയ്ക്കണം. നിങ്ങൾക്കറിയാം, OJ ജനീഷാണ്. അപ്പൊ ഓപ്പറേഷൻ കളരി കായിക വകുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ് പ്രിയദർശിനി പദ്ധതി, അല്ലെ? അപ്പൊ നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്നത് ഓർഡിനറി ബസ്സുകളിൽ വനിതകൾക്ക് സൗജന്യ യാത്ര, അതുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിക്ക് കൊടുത്തിരിക്കുന്ന പേര് പ്രിയദർശിനി പദ്ധതി എന്നാണ്. അല്ലാതെ വേറൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന വനിതകൾക്ക് ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് ഏത്? പ്രിയദർശിനി പദ്ധതി, അല്ലെ? അപ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വനിതകൾക്ക് ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി, അതിൻ്റെ പേരും ഏത് തന്നെയാണ്? പ്രിയദർശിനി പദ്ധതി എന്ന് തന്നെയാണ്. അവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലായിക്കോണം, സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ്, ആ വകുപ്പിന്റെ മന്ത്രി ആരാണ്? അതൊരു വനിതാ മന്ത്രിയാണ്. ആരാണ്? KA തുളസി. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് അത് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? അത് KA തുളസിയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പദ്ധതി അന്നപൂർത്തി പദ്ധതി. പേര് കേൾക്കുമ്പം തന്നെ ഏകദേശം ഒരു ധാരണ കിട്ടും. സംസ്ഥാന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയാണ് അന്നപൂർത്തി പദ്ധതി. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസ്ഥാനത്ത് നടന്നു വരികയാണ്. അത് എറണാകുളം ജില്ല ബേസ് ചെയ്തിട്ടാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതികളെല്ലാം ഇപ്പോൾ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടന്നു വരുന്നത്. അപ്പോൾ അത് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ്. എന്താണ് പദ്ധതി? നമ്മളിപ്പോൾ റേഷൻ കടയിൽ ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങുന്നു, അരിയും ഗോതമ്പും ഒക്കെ വാങ്ങാൻ റേഷൻ കടയിൽ പോകുന്നു, കാർഡുമായിട്ട് പോകുന്നു, ക്യൂ നിൽക്കുന്നു, അല്ലെങ്കിൽ അവരുടെ സമയത്തിനനുസരിച്ച് ചെല്ലുന്നു, വാങ്ങുന്നു. അതിന് പകരമായിട്ട് നമ്മൾ ATM കൗണ്ടറിൽ നിന്ന് പണം പിൻവലിക്കുന്നത് പോലെ ധാന്യ ATM അവിടെ കൊണ്ടുവന്ന് റേഷൻ കാർഡ് കാണിക്കുക, അല്ലെങ്കിൽ നമ്പർ അടിച്ചു കൊടുക്കുക, നമുക്ക് ആവശ്യം വേണ്ട അരി എടുത്തുകൊണ്ട് വരിക, ഗോതമ്പ് എടുത്തുകൊണ്ട് വരിക. അതായത് ഈ പറഞ്ഞ ധാന്യ ATM, അല്ലെ? ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണത്തിന് വേണ്ടിയിട്ട് ധാന്യ ATM നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് അന്നപൂർത്തി പദ്ധതി. ഈ പദ്ധതി ആദ്യം വരാൻ പോകുന്നത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ പിറവത്താണ് ഈ പറഞ്ഞ ആദ്യത്തെ ഇങ്ങനെയുള്ള ഒരു ധാന്യ ATM സ്ഥാപിക്കാനായിട്ട് പോകുന്നത്. കാരണം എന്തുകൊണ്ടാണ്? ആ പിറവം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച ആളാണ് അനൂപ് ജേക്കബ്. അദ്ദേഹമാണ് ഇപ്പോഴത്തെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി. അപ്പോൾ സംസ്ഥാനത്തെ ഇപ്പോഴത്തെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ആര് എന്ന് ചോദിച്ചാൽ
അനൂപ് ജേക്കബാണ്. അതുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് അന്നപൂർത്തി പദ്ധതി. ഇനി അത് കഴിഞ്ഞിട്ട് ഗ്രീൻ മാർഷൽ പദ്ധതി. ഗ്രീൻ മാർഷൽ പദ്ധതി സംസ്ഥാനത്തെ ഏത് വകുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പദ്ധതിയാണ് ഗ്രീൻ മാർഷൽ പദ്ധതി, അല്ലെ? ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്? വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, സംസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പരിസര ശുചിത്വം, അവിടുത്തെ പരിസ്ഥിതി സംരക്ഷണം, അവിടെ ഈ പറഞ്ഞ സ്ത്രീകളുടെ സൗകര്യം, ഇതൊക്കെ എന്താണ് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ടൂറിസം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. അപ്പോൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പരിസര ശുചിത്വം, അവിടുത്തെ പരിസ്ഥിതി സംരക്ഷണം, സ്ത്രീകളുടെ സൗകര്യം, ഇതെല്ലാം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന ടൂറിസം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഗ്രീൻ മാർഷൽ പദ്ധതി. അവിടെ ഒരു കാര്യം ഓർത്തോണം, സംസ്ഥാന ടൂറിസം വകുപ്പ് മന്ത്രി ആരാണ്? PC വിഷ്ണുനാഥാണ്. സംസ്ഥാന ടൂറിസം വകുപ്പ് മന്ത്രി ആരാണ്? PC വിഷ്ണുനാഥാണ് എന്നുള്ളത് ശ്രദ്ധിച്ച് വയ്ക്കണം. അതുപോലെ തന്നെ എന്താണ്, സിനിമയുമായി ബന്ധപ്പെട്ട, സാംസ്കാരിക വകുപ്പുമായി ബന്ധപ്പെട്ട ചുമതലയും ആർക്ക് തന്നെയാണ്? PC വിഷ്ണുനാഥിനാണ് എന്നുള്ളത് ഓർക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ മറ്റൊരു പദ്ധതിയാണ് കണിപ്പന്തൽ പദ്ധതി. കണിപ്പന്തൽ പദ്ധതി. ഈ കണിപ്പന്തൽ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് സംസ്ഥാന കൃഷി വകുപ്പാണ്. അത് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികളിലെ പോഷകക്കുറവാണ്. വിദ്യാർത്ഥികളിലെ ഈ പറഞ്ഞ പോഷകക്കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട്, അത് മാത്രമല്ല വിദ്യാർത്ഥികളിൽ ഈ പറഞ്ഞ കൃഷിയിൽ അവബോധമുണ്ടാക്കുന്നതിനും താല്പര്യമുണ്ടാക്കുന്നതിനും, വിദ്യാർത്ഥികളിൽ കൃഷിയിൽ അവബോധവും താല്പര്യം ഉണ്ടാക്കുക, അവരുടെ പോഷകക്കുറവ് പരിഹരിക്കുക എന്നീ ഉദ്ദേശത്തോടു കൂടി നടപ്പിലാക്കി വരുന്ന ഒരു പദ്ധതിയാണ് ഏത്? കണിപ്പന്തൽ പദ്ധതി. ആരാണ് നടപ്പിലാക്കുന്നത്? അത് കൃഷി വകുപ്പാണ്. കൃഷി വകുപ്പാണ്. അപ്പൊ അവിടെ ഒരു ചോദ്യമുണ്ട്, സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ അത് ടി സിദ്ദിഖാണ്. സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖാണ്. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പദ്ധതി, ഇത് നടപ്പിലാക്കുന്ന സംസ്ഥാന സർക്കാരല്ല, ഇത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ കേരള സർക്കിൾ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ഗ്രീൻ കേരള എക്സ്പ്രസ് പദ്ധതി. ഗ്രീൻ കേരള എക്സ്പ്രസ് പദ്ധതി എന്താണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലെ, നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് നഴ്സറികളും കാര്യങ്ങളും ഉണ്ട്. ആൾക്കാർക്കൊക്കെ ചെടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഹരമാണ്. അപ്പോൾ ചെടികളും തൈകളുമൊക്കെ വളരെ പെട്ടെന്ന് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പാഴ്സൽ സംവിധാനം കേരള പോസ്റ്റൽ സർക്കിളിൻ്റെ ചെടികളും തൈകളും ഒക്കെ കേടുകൂടാതെ 48 മണിക്കൂറിനകത്ത് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പാഴ്സൽ സംവിധാനം, ആ പാഴ്സൽ സംവിധാനത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ് ഗ്രീൻ കേരള എക്സ്പ്രസ് പദ്ധതി. അപ്പോൾ ഗ്രീൻ കേരള എക്സ്പ്രസ് പദ്ധതി എന്ന് പറയുന്നത് കേരള പോസ്റ്റൽ സർക്കിളിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ്, ഒരു പാഴ്സൽ പദ്ധതിയാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് സംസ്ഥാനത്തെ ആദ്യത്തെ ഭിന്നശേഷി മാതൃകാ ഗ്രാമം. സംസ്ഥാനത്തെ ആദ്യത്തെ ഭിന്നശേഷി മാതൃകാ ഗ്രാമം ഏതെന്ന് ചോദിച്ചാൽ ആദവനാട് എന്ന് പറയുന്ന ഗ്രാമമാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ ഭിന്നശേഷി മാതൃകാ ഗ്രാമം ആദവനാട് ഗ്രാമം. ആദവനാട് ഗ്രാമം എവിടെ എന്ന് ചോദിച്ചാൽ മലപ്പുറത്താണ്. ഭിന്നശേഷി മാതൃകാ ഗ്രാമം ഏതാണ്? ആദവനാട് ഗ്രാമം. ഭിന്നശേഷി എന്ന് പറയുന്നത് എന്താണ്? വികലാംഗരുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെ? അപ്പോൾ ഭിന്നശേഷി മാതൃകാ ഗ്രാമം ആദവനാട് ഗ്രാമം, മലപ്പുറം. ഇനി അത് കഴിഞ്ഞിട്ട് സംസ്ഥാനത്തെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി ഡാറ്റാ സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? നല്ല ചോദ്യമാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി ഡാറ്റാ സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് കോഴിക്കോടാണ് എന്നുള്ളത് ഓർത്തോണം. സംസ്ഥാനത്തെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി ഡാറ്റാ സെന്റർ നിലവിൽ വരുന്നത് കോഴിക്കോടാണ്. രാജ്യത്തെ ആദ്യത്തെ, ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി ഡാറ്റാ സെന്റർ നിലവിൽ വന്നത് എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ്. ഛത്തീസ്ഗഡിലെ നവറായ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി ഡാറ്റാ സെന്റർ വന്നത്. അതേസമയം കേരളത്തിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി ഡാറ്റാ സെന്റർ വരുന്നത് എവിടെയാണ്? കോഴിക്കോടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി ഡാറ്റാ സെന്റർ വന്നത് എവിടെ? ഇത് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്, കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് ചോദിച്ച ചോദ്യമാണ്. അതുപോലെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. വേറൊരു കാര്യം കൂടി പറയാം, ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ക്ലാസ്സിനകത്ത് പറയുന്നത്. നിങ്ങൾക്ക് ആശയക്കുഴപ്പം വരാതിരിക്കാൻ, വാരി വലിച്ച് പഠിക്കാതിരിക്കാൻ, നിങ്ങളുടെ പഠനഭാരം കുറയ്ക്കാൻ, ആ ഒരു രീതിയിലാണ് ഞാൻ എപ്പോഴും ആസ്ഥ അക്കാഡമി എപ്പോഴും ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. അല്ലാതെ ലോകത്തുള്ള വിവരങ്ങളെല്ലാം കൊണ്ടുവന്ന് നിങ്ങളുടെ മുമ്പിൽ തട്ടിയിടുകയല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. നിർമ്മിത ബുദ്ധി ഡാറ്റാ സെന്റർ കേരളത്തിലെ ആദ്യത്തേത് എവിടെയാണ്?
കോഴിക്കോടാണ്. ഇനി അത് കഴിഞ്ഞിട്ട് കേരളത്തിലെ ആദ്യത്തെ കപ്പൽ നിർമ്മാണശാല ഏത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, കൊച്ചി കപ്പൽ നിർമ്മാണശാലയാണ്, കൊച്ചിൻ ഷിപ്പ്യാർഡ് അല്ലെ. കേരളത്തിലെ ആദ്യത്തെ കപ്പൽ നിർമ്മാണശാലയാണ് കൊച്ചി കപ്പൽ നിർമ്മാണശാല. നിങ്ങൾക്കറിയാം, കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിച്ചിറക്കിയ ആദ്യത്തെ കപ്പലാണ് റാണി പത്മിനി. എത്രയോ പരീക്ഷകൾക്ക് ചോദിച്ച ചോദ്യമാണ്. കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിന്ന് നിർമ്മിച്ചിറക്കിയ ആദ്യത്തെ കപ്പലാണ് ഏത്? റാണി പത്മിനി. നിങ്ങൾക്കറിയാം, കേരളത്തിലെ രണ്ടാമത്തെ കപ്പൽ നിർമ്മാണശാല ഇവിടെ നിലവിൽ വരും. എവിടെയാണ് വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. കേരളത്തിലെ രണ്ടാമത്തെ കപ്പൽ നിർമ്മാണശാല നിലവിൽ വരുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് പൊന്നാനിയിലാണ്. പൊന്നാനി എന്ന് പറയുമ്പോൾ ഏത് ജില്ല? മലപ്പുറം ജില്ല. ആദവനാട് ഗ്രാമം ഏത് ജില്ല? മലപ്പുറം ജില്ല അല്ലെ. കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി മാതൃകാ ഗ്രാമമാണ് ആദവനാട്, മലപ്പുറം. അതുപോലെ കേരളത്തിലെ രണ്ടാമത്തെ കപ്പൽ നിർമ്മാണശാല വരുന്നത് പൊന്നാനിയിലാണ്. പൊന്നാനി ഏത് ജില്ല? മലപ്പുറം ജില്ല. ഇനി അത് കഴിഞ്ഞിട്ട് ഈ അടുത്ത കാലത്ത് വാർത്തകൾ ഒരുപാട് നിറഞ്ഞു നിന്ന ഒരു പേരാണ്, ആദ്യമായിട്ട് ബഹിരാകാശത്ത് പോകുന്ന മലയാളി അല്ലെ. ആദ്യമായിട്ട് ബഹിരാകാശത്ത് പോകുന്ന മലയാളി, ആദ്യമായിട്ട് ബഹിരാകാശത്തെത്തിയ മലയാളി എന്ന ബഹുമതി നാസയിലെ ഒരു ശാസ്ത്രജ്ഞന് ഈ അടുത്ത കാലത്ത് ലഭിച്ചു. ആരാണ് ആ നാസയിലെ ശാസ്ത്രജ്ഞൻ? മലയാളിയായിട്ടുള്ള നാസയിലെ ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ അനിൽ മേനോൻ ആണ് അല്ലെ. അപ്പോൾ ബഹിരാകാശത്ത് പോയ ആദ്യത്തെ മലയാളി ആരെന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ അനിൽ മേനോൻ ആണ്, നാസയുടെ ശാസ്ത്രജ്ഞനാണ്. ഇദ്ദേഹം ബഹിരാകാശത്ത് പോയി എന്ന് പറയുമ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലോട്ടാണ് പോകുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലോട്ട് പോയത് എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്നാണ്. റഷ്യയിലെ ബൈക്കന്നൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഈ പറഞ്ഞ ഒരു പേടകം സോയൂസ് MS-29 എന്നുള്ള പേടകത്തിലാണ് അദ്ദേഹം എവിടോട്ട് പോയത്? ഈ പറഞ്ഞ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലോട്ട് പോയത്. അപ്പോൾ ബഹിരാകാശത്ത് എത്തുന്ന അല്ലെങ്കിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലോട്ട് പോയ ആദ്യത്തെ മലയാളി നാസ ശാസ്ത്രജ്ഞനാര്? ഡോക്ടർ അനിൽ മേനോൻ. അപ്പൊ അത് ശ്രദ്ധിച്ചു വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് 2026 നല്ല ചോദ്യമാണ്. 2026 കേരള ബാലസാഹിത്യ പുരസ്കാരം 2026 കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് 3 പേർക്കാണ്. ആരൊക്കെയാണ് ആ 3 പേർ എന്ന് അറിഞ്ഞു വയ്ക്കണം. അതിൽ ആദ്യത്തെ ആള് സന്തോഷ് എച്ചിക്കാനം. 2026 ബാലസാഹിത്യ പുരസ്കാരം 3 പേർക്ക് ലഭിച്ചു. ഒരാൾ ആരാണ്? സന്തോഷ് എച്ചിക്കാനം. വേറൊന്ന് കെ സച്ചിദാനന്ദൻ, പഴയ കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനൊക്കെ ആയിരുന്ന ആളാണ് കെ സച്ചിദാനന്ദൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ആള് ശ്രീജിത്ത് പെരുന്തച്ചൻ അല്ലെ. അപ്പോൾ കേരള ബാലസാഹിത്യ പുരസ്കാരം 2026 ആർക്കൊക്കെയാണ് ലഭിച്ചത്? സന്തോഷ് എച്ചിക്കാനം, കെ സച്ചിദാനന്ദൻ, ശ്രീജിത്ത് പെരുന്തച്ചൻ. അപ്പൊ അത് ഓർത്തോണം. ഇനി ഇവരുമായി ബന്ധപ്പെട്ട കൃതി, ആ കൃതിക്കാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചത്. സന്തോഷ് എച്ചിക്കാനത്തിന് മിസാറു എന്ന് പറയുന്ന കൃതി, ആ പറഞ്ഞ കൃതിക്കാണ് സന്തോഷ് എച്ചിക്കാനത്തിന് ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത്. അതുപോലെ കെ സച്ചിദാനന്ദന്റെ പുസ്തകം പുഴുവായിരുന്നു ഞാൻ, പുഴുവായിരുന്നു ഞാൻ എന്ന് പറയുന്ന കൃതിക്കാണ് ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത്. വളരെ ശ്രദ്ധേയനായിക്കൊണ്ടിരിക്കുന്ന ഒരു എഴുത്തുകാരനാണ് ശ്രീജിത്ത് പെരുന്തച്ചൻ. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് പഴമൊഴി പുതുമ അല്ലെ. പഴമൊഴി പുതുമ, ശ്രീജിത്ത് പെരുന്തച്ചൻ, കെ സച്ചിദാനന്ദൻ പുഴുവായിരുന്നു ഞാൻ, സന്തോഷ് എച്ചിക്കാനം മിസാറു. അപ്പോ ഇത് ഓർത്ത് വയ്ക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാം. കലാ സാഹിത്യം സംസ്കാരം എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് പഠിക്കാനുണ്ട്, അവിടെ ചോദിക്കാൻ കൊള്ളാം. കലാസാഹിത്യം സംസ്കാരം എന്ന് പറയുന്ന ഭാഗത്ത് കറണ്ട് അഫയേഴ്സിൽ ചോദിക്കാൻ കൊള്ളാവുന്ന മറ്റൊരു പോയിന്റിലോട്ടാണ് നമ്മൾ വരുന്നത്. 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളി. 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളി 2026 ഉടനെ തന്നെ നടക്കും. 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ഉടൻ നടക്കും അല്ലെ. ആ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? പുന്നമട കായൽ വെച്ചിട്ടാണ്. ആലപ്പുഴയിൽ വേമ്പനാട്ട് കായലിന്റെ ഒരു ഭാഗമാണ് ഏത്? പുന്നമട കായൽ അല്ലെ. അപ്പൊ ആ പുന്നമട കായലിൽ വെച്ചിട്ട് എല്ലാ വർഷവും എന്ത് നടക്കാറുണ്ട്? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കാറുണ്ട്. ഇപ്പോൾ നടക്കാൻ പോകുന്നത് 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് 2026. അതിന്റെ ഭാഗ്യ ചിഹ്നം എന്താണ് എന്ന് ചോദിച്ചാൽ വേഴു എന്ന് പറയുന്ന വള്ളം തുഴയുന്ന വേഴാമ്പലാണ്. അപ്പോൾ 2026 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളി, അതിൻ്റെ ഭാഗ്യ ചിഹ്നം വേഴു എന്ന് പറയുന്ന വള്ളം തുഴയുന്ന വേഴാമ്പലാണ് എന്ന് ഓർക്കണം.
ഈ പറഞ്ഞ വള്ളംകളി മത്സരം നടക്കുന്നത് എവിടെയാണ്? പുന്നമടക്കായലിലാണ്, ആലപ്പുഴയിലാണ്. ആദ്യമായിട്ട് ഈ വള്ളംകളി മത്സരം സംഘടിപ്പിക്കപ്പെടുന്നത് 1952 അല്ലെ? ആദ്യമായിട്ട് ഇത് സംഘടിപ്പിക്കപ്പെടുന്നത് 1952 അന്ന് നെഹ്റുവിൻ്റെ കേരള സന്ദർശനം. അതിൽ നെഹ്റുവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഈ പറഞ്ഞ മത്സരമാണ് നെഹ്റു ട്രോഫി വള്ളംകളി. അദ്ദേഹം അത് കണ്ട് ആവേശഭരിതനായി പിന്നീട് ഈ പറഞ്ഞ അത് സ്ഥിരമായിട്ട് നടത്താനായിട്ട് തുടങ്ങി. അതാണ് അതിൻ്റെ ചരിത്രം. അപ്പോൾ 1952 പിന്നെ അതിൻ്റെ ആദ്യത്തെ പേര് നെഹ്റു ട്രോഫി വള്ളംകളി എന്നായിരുന്നില്ല, പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി. അന്ന് നെഹ്റു പ്രധാനമന്ത്രിയാണ്. പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നായിരുന്നു ആദ്യകാലങ്ങളിൽ ഈ പറഞ്ഞ വള്ളംകളി അറിയപ്പെട്ടിരുന്നത്, നെഹ്റു ട്രോഫി അറിയപ്പെട്ടിരുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി അല്ലെങ്കിൽ ആദ്യത്തെ നെഹ്റു ട്രോഫി വള്ളംകളി, അതിൽ വിജയിയായ ചുണ്ടൻ വള്ളം ഏതാണ് എന്നുള്ളതും അറിഞ്ഞു വയ്ക്കണം. നടുഭാഗം ചുണ്ടൻ അല്ലെ? അപ്പൊ ആദ്യത്തെ നെഹ്റു ട്രോഫി വള്ളംകളി ജേതാവ് നടുഭാഗം ചുണ്ടനാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ തവണ നെഹ്റു ട്രോഫി വള്ളംകളി, ആ വള്ളംകളിയിൽ വിജയിച്ച ചുണ്ടൻ ഏതെന്ന് ചോദിച്ചാൽ കാരിച്ചാൽ ചുണ്ടനാണ്. അപ്പൊ ആദ്യം നടുഭാഗം ചുണ്ടൻ. ഏറ്റവും കൂടുതൽ തവണ നെഹ്റു ട്രോഫി വള്ളംകളി കിരീടം നേടിയത് കാരിച്ചാൽ ചുണ്ടനാണ്. അപ്പൊ അത് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് രാജ്യത്ത് ആദ്യമായിട്ട് ഹൈഡ്രജൻ ട്രെയിന് ഓടിത്തുടങ്ങി അല്ലെ? നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. രാജ്യത്ത് ആദ്യമായിട്ട് ഹൈഡ്രജൻ ട്രെയിന് ഓടിത്തുടങ്ങി. ഏത് സംസ്ഥാനത്താണ് രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ആരംഭിച്ചത്? അത് ഹരിയാനയിലാണ്. രാജ്യത്ത് ആദ്യമായിട്ട് ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നത് ഹരിയാനയിലാണ്. ഏതാണ് ആ റൂട്ട്? ഓർത്ത് വയ്ക്കണം, ജിന്ദ് സോനിപ്പത്ത് അല്ലെ? അപ്പൊ രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് നടത്തിയത് ഹരിയാനയിലാണ്, ജിന്ദ് സോനിപ്പത്ത് റൂട്ടിലാണ് എന്ന് മനസ്സിലാക്കുക. ഉടനെ തന്നെ, അതായത് ഈ പറഞ്ഞ അടുത്ത കൊല്ലം തന്നെ ഈ പറഞ്ഞ ബുള്ളറ്റ് ട്രെയിൻ രാജ്യത്ത് ഓടിത്തുടങ്ങും. ബുള്ളറ്റ് ട്രെയിൻ ഓടിത്തുടങ്ങുന്നത് ഈ പറഞ്ഞ മുംബൈക്കും അഹമ്മദാബാദിനും ഇടയ്ക്കാണ്. ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ഓടാൻ പോകുന്നത് മുംബൈക്കും അഹമ്മദാബാദിനും ഇടയ്ക്കാണ്. ഈ അടുത്ത കാലത്ത് വന്ദേ ഭാരത് സ്ലീപ്പർ സർവീസ് ആരംഭിച്ചു. വന്ദേ ഭാരത് സ്ലീപ്പർ സർവീസ് അത് ഏത് മുതൽ ഏതുവരെയാണ്? ഗുവാഹത്തി മുതൽ ഏതുവരെയാണ്? ഹൗറ വരെയാണ്. ഗുവാഹത്തി ഹൗറ, ആസാം ബംഗാൾ, ഗുവാഹത്തി ഹൗറ വരെയാണ് ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ സർവീസ് ആരംഭിച്ചത്. അതേസമയം രാജ്യത്തെ ആദ്യത്തെ വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് എവിടെ മുതൽ എവിടം വരെയാണ്? ഡൽഹി വാരണാസി. വന്ദേ ഭാരത് സ്ലീപ്പർ ഗുവാഹത്തി എവിടെ മുതൽ? ഗുവാഹത്തി ഹൗറ. ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് അത് ജിന്ദ് മുതൽ സോനിപ്പത്ത് വരെയാണ്. എവിടെ? ഹരിയാനയിൽ. ഇനി അത് കഴിഞ്ഞിട്ട് ബുള്ളറ്റ് ട്രെയിൻ ഓടിത്തുടങ്ങും. ഏതാണ് ആദ്യത്തെ റൂട്ട് എന്ന് ചോദിച്ചാൽ മുംബൈ അഹമ്മദാബാദാണ്. മുംബൈ അഹമ്മദാബാദാണ്. ഇനി അത് കഴിഞ്ഞിട്ട് 2026 ജൂലൈയിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ തദ്ദേശീയ നിർമ്മിത സ്റ്റെൽത്ത് യുദ്ധക്കപ്പൽ 2026 ജൂലൈയിൽ പുറത്തിറക്കിയ അല്ലെങ്കിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ തദ്ദേശീയ നിർമ്മിത സ്റ്റെൽത്ത് യുദ്ധക്കപ്പൽ. അങ്ങനെ ഈ പറഞ്ഞ കുറച്ച് യുദ്ധക്കപ്പൽ നമ്മൾ കുറച്ചു കാലമായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്റ്റെൽത്ത് യുദ്ധക്കപ്പലിന് കൊടുത്തിരിക്കുന്ന പേരാണ് INS മഹേന്ദ്രഗിരി അല്ലെ? എന്താണ് സ്റ്റെൽത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റഡാറിന്റെ കണ്ണിൽ പിടിക്കത്തില്ല. റഡാർ, സോണാർ അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് റേസ് ഇതിൻ്റെ ഒന്നും കണ്ണിൽ പിടിക്കാതെ ഒളിച്ചു നടക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു സാങ്കേതിക വിദ്യയാണ്. അപ്പോൾ ശത്രു അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച് 2026 ജൂലൈയിൽ കമ്മീഷൻ ചെയ്ത സ്റ്റെൽത്ത് യുദ്ധക്കപ്പലാണ് INS മഹേന്ദ്രഗിരി എന്നുള്ള ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ റോക്കറ്റ് നമ്മൾ നേരത്തെയും പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ രംഗം അടുത്ത കാലം വരെ പൊതുമേഖലയിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. ISROയ്ക്ക് മാത്രമേ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. പക്ഷേ ഈ അടുത്ത കാലത്ത് ബഹിരാകാശ ഗവേഷണം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സ്വകാര്യ മേഖലയ്ക്ക് കൂടി തുറന്നു കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്ത് ഒരുപാട് പുതിയ സ്റ്റാർട്ടപ്പുകൾ ബഹിരാകാശ ഗവേഷണവുമായി ബന്ധപ്പെട്ട് രൂപം കൊണ്ടു. അതിൽ എടുത്തു പറയേണ്ട ഒരു സ്റ്റാർട്ടപ്പാണ് ഹൈദരാബാദ് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ്. ആ സ്റ്റാർട്ടപ്പിൻ്റെ പേരാണ് സ്കൈ റൂട്ട് എയ്റോസ്പേസ്. സ്കൈ റൂട്ട് എയ്റോസ്പേസ്. അപ്പോൾ ആ സ്കൈ റൂട്ട് എയ്റോസ്പേസ് എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പ് വികസിപ്പിച്ചെടുത്ത റോക്കറ്റ് വിക്രം 1. ആ വിക്രം 1 ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ റോക്കറ്റ്. ഈ അടുത്ത കാലത്ത് അത് വാർത്തയിൽ വന്നു. എങ്ങനെയെന്ന് ചോദിച്ചാൽ
2026 ജൂലൈ 18 ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ റോക്കറ്റ് ആയിട്ടുള്ള വിക്രം 1 എന്ത് ചെയ്തു? വിക്ഷേപിച്ചു. എവിടെ നിന്ന് വിക്ഷേപിച്ചു? ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിജയകരമായിട്ട് വിക്ഷേപിച്ചു. വലിയ വാർത്തയായിരുന്നു. അപ്പോൾ അത് ഓർക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ റോക്കറ്റാണ് വിക്രം 1. അതിൻ്റെ വിക്ഷേപണം നടന്നത് 2026 ജൂലൈ 18. നല്ല ഒരു പോയിന്റാണ്. ഇനി അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതുമായി ബന്ധപ്പെട്ട ആ ദൗത്യം, ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ റോക്കറ്റിന്റെ വിക്ഷേപണം, അതുമായി ബന്ധപ്പെട്ട ദൗത്യം, ആ ദൗത്യത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ് എന്ത്? ആഗമൻ. അല്ലെ? അപ്പൊ ആഗമൻ എന്ന് പറയുന്നത് എന്താണ്? ആഗമൻ എന്ന് പറയുന്നത് ദൗത്യം. എന്താണ് ദൗത്യം? ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ റോക്കറ്റ് ഏതാണ്? വിക്രം 1ന്റെ വിക്ഷേപണം. ആ ദൗത്യത്തിന് പറയുന്നതാണ് ആഗമൻ. ആഗമൻ എന്ന് പറയുന്നത് റോക്കറ്റോ പേടകമല്ല, ഒരു ദൗത്യത്തിന് കൊടുത്തിരുന്ന പേരാണ് എന്നുള്ളത് ഓർക്കുക. അപ്പോൾ 2026 ജൂലൈ മാസത്തിൽ വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് പോയിന്റുകളാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിനകത്ത് പഠിച്ചത്. കുറച്ചുകൂടി കാര്യങ്ങൾ അതിനകത്തോട്ട് ചേർക്കാനുണ്ട്. അടുത്ത ക്ലാസ്സോടുകൂടി നമുക്ക് ഈ ഭാഗം പൂർത്തിയാക്കാം. ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം, നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുമ്പോൾ ഈ ക്ലാസ് പൂർണ്ണമായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം, എന്നാലേ അതിൻ്റെ ഗുണമുണ്ടാവുള്ളൂ. നിങ്ങൾ പലരും ഒരു ആരംഭശൂരത്വമാണെന്ന് തോന്നുന്നു. ആദ്യത്തെ ക്ലാസ് കേൾക്കും, രണ്ടാമത്തെ ക്ലാസ് കേൾക്കാറില്ല. അപ്പോൾ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫലം നിങ്ങൾക്ക് കിട്ടത്തില്ല. അത് എനിക്ക് നിരാശ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ എന്നെ കേൾക്കുന്നു, അല്ലെ, ഈ ചാനൽ കാണുന്നു, അപ്പോൾ നിങ്ങൾക്ക് ഫലം കിട്ടണമെന്ന് തീർച്ചയായിട്ടും വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ് അതിൻ്റെ പൂർണ്ണതയിലോട്ട് എത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഫലം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അടുത്ത പാർട്ട് അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യും. ആ ക്ലാസ് നിങ്ങൾ നിർബന്ധമായിട്ടും കാണണം. അപ്പോൾ അതിൻ്റെ ശരിക്കുള്ള ഫലം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ പഠനം എന്ന് പറയുന്നത് എളുപ്പമായി മാറിക്കൊണ്ടിരിക്കും. ഏതെങ്കിലും 1-2 വീഡിയോ ഇടയ്ക്ക് കാണുന്നതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല. അപ്പോൾ തുടർച്ചയായിട്ട് ഈ ക്ലാസ്സുകൾ കാണുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഉപകാരപ്പെട്ടിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞാൻ നിങ്ങളെ വളരെ സൗജന്യമായിട്ടാണ് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഛേദമില്ലാത്ത ഒരു ഉപകാരമാണ് ഒരു ലൈക്ക്, നല്ലൊരു അഭിപ്രായം, അല്ലെ, നല്ലതാണ് എങ്കിൽ നല്ലൊരു അഭിപ്രായം ഷെയർ ചെയ്യുക, ഈ ചാനലിന് കൂടുതൽ പേരിലോട്ട് എത്തിക്കുക. അപ്പോൾ അതിനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. അതൊക്കെയാണ് ഞങ്ങളുടെ ഊർജം. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.